കാർഷിക സമൃദ്ധിയുടെ ഗതകാല സ്മരണകൾ ഉയർത്തി മലയാളികൾ ഇന്ന് ഒരു വിഷുദിനം കൂടി ആഘോഷിക്കുന്നു. കണിക്കൊന്നയും കണിവെള്ളരിയും കൈനീട്ടവുമൊക്കെ പുതിയ കാലത്തിന് കേവലം യാന്ത്രികമായ ആചാരനിഷ്ഠകൾ മാത്രമാകുമ്പോഴും മലയാളി ഇന്നും വിഷുപ്പുലരിയുടെ തിരുമുൾക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നു. മേടമാസപ്പുലരിയിൽ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കണി കണ്ടുണരുന്ന മലയാളിക്ക് വിഷു ആചാരങ്ങളും ആഘോഷങ്ങളും ഇഴപിരിഞ്ഞു കിടക്കുന്ന ഉത്സവമാണ്. പ്രകൃതിയുമായും മാനവികതയുമായും ഇത്ര കണ്ട് ഇഴുകിച്ചേർന്ന മറ്റൊരാഘോഷം മലയാളിക്കുണ്ടാവില്ല. കണിക്കൊന്നയും കണിവെള്ളരിയും ഓട്ടുരുളിയിൽ നിറയുമ്പോൾ അത് വരും കാലത്തേക്കുള്ള പ്രതീക്ഷയാകുന്നു. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. കാലം തെറ്റിയെത്തുന്ന ഋതുഭേദങ്ങളിൽ കാലിടറിപ്പോയിട്ടുണ്ടെങ്കിലും വിഷുവിന് പൂക്കാതിരിക്കാൻ കണിക്കൊന്നയ്ക്കുമാവില്ല. പൊൻകണിയുടെ പ്രഭ കണി കാണുന്നവരിലേക്ക് പകരാൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നയും മുതിർന്നവരിൽ നിന്ന് ലഭിക്കുന്ന കൈനീട്ടവും മാമ്പഴ പുളിശ്ശേരിയുടെ സ്വാദിൽ തൂശനിലയിൽ വിളമ്പുന്ന വിഷുസദ്യയും മലയാളിക്ക് മറക്കാനുമാവില്ല. കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു. വേനലിൽ വെന്തുരുകിയ മണ്ണിൽ വേനൽ മഴ പെയ്തിറങ്ങുമ്പോൾ ആദ്യ വിത്ത് വിതയ്ക്കാൻ തിരഞ്ഞെടുത്ത ദിനം. അധാർമികതയുടെ അസുരശക്തിയെ അവസാനിപ്പിച്ചതിന്റെ ഐതിഹ്യവുമുണ്ട് വിഷുവിന് പിന്നിൽ. വർഗീയതയിലൂടെ മാനവികത തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന അസുരശക്തികളെ ജനാധിപത്യത്തിലൂടെ അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ് ഈ വിഷുക്കാലം കടന്നുപോകുന്നത്. കൈരളി ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. സിന്ധൂരി വിജയൻ, കൈരളി ന്യൂസ്.